ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് തനി നാടൻ പലഹാരമായ സ്വാദിഷ്ടമായ പരിപ്പ് വട എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പേ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇന്ന് ഞാൻ പരിപ്പ് വട ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് സാമ്പാർ പരിപ്പാണ്. നമുക്ക് സാമ്പാർ പരിപ്പും കൊണ്ടും വളരെ സ്വാദിഷ്ടമായ പരിപ്പ് വട തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതിനുവേണ്ടി പരിപ്പ് ഒരു 4 മണിക്കൂർ വെള്ളത്തിൽ നന്നായി കുതിരാൻ വെച്ച ശേഷം ഇതുപോലെ അരച്ചെടുക്കണം. പകുതി വെച്ചെടുത്തിട്ടുണ്ട്, അല്ലാതെ പരിപ്പായിട്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് പച്ചമുളകും ചേർത്ത് വേണം അരച്ചെടുക്കാൻ. അതിന് പുറമെ നമുക്ക് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ സവാള, കറിവേപ്പില, ഉപ്പ് ഇവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. പച്ചമുളക് ഒന്നെങ്കിൽ അരച്ച് ചേർക്കാം, അല്ലെങ്കിൽ നമുക്ക് അരിഞ്ഞിടാവുന്നതാണ്. ഒരുപാട് വെള്ളം കൂടി പോകരുത്, കുറഞ്ഞും പോകരുത്. ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ആക്കിയെടുക്കാൻ വേണ്ടി. പിന്നെ നമുക്ക് പാനിലോട്ട് എണ്ണ ചൂടാക്കി ഇതുപോലെ ബോൾസ് ആക്കി നമുക്ക് പരിപ്പ് വട ചുട്ടെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ചെറിയ ബോൾസ് ആക്കിയാണ് പരിപ്പ് വട ചുട്ടെടുത്തിരിക്കുന്നത്. നമുക്ക് പരിപ്പ് വടയുടെ ആകൃതിയിലോ ഏത് ആകൃതി വേണമെങ്കിലും നമുക്കിത് പാചകം ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ 4 മണി വിട്ട് വരുമ്പോഴത്തേനും ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനും എളുപ്പമാണ്, കൂടുതൽ ഇഷ്ടപ്പെടാനും ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ സാമ്പാർ പരിപ്പ് വെച്ചാണ് നമ്മൾ പരിപ്പ് വട തയ്യാറാക്കിയെടുത്തേക്കുന്നത്. പരിപ്പ് വട ഉണ്ടാക്കുന്ന പരിപ്പ് വടയും സാമ്പാർ പരിപ്പും തമ്മിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. രണ്ടും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. 4 മണിക്കൊക്കെ ആഴ്ചയിൽ 1-2 വട്ടം ഇതുപോലത്തെ വെറൈറ്റി പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലെ വെറൈറ്റി പലഹാരത്തിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.